ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ആരോ അടിച്ചു മാറ്റിയത് ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. ഹൈക്കോടതിയുടെയും അതുപോലെ ജനങ്ങളുടെയും മുമ്പില് സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡും വിവസ്ത്രരായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. ഇന്നലെ ഹൈക്കോടതിയിൽ എന്താ സംഭവിച്ചത്? സത്യം പറഞ്ഞാല് ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസ്, മോഷണ കേസ്, കട്ട കേസ്, അതിന്റെ അന്വേഷണം ഇപ്പോ ഹൈക്കോടതി അങ്ങ് നേരിട്ട് ഏറ്റെടുത്തിരിക്കുക. അതാ വാസ്തവത്തിൽ ഇന്നലെ സംഭവിച്ചത്. കോടതി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇനി ആ സംഘമായിരിക്കും അന്വേഷണം നടത്തുക. ഇന്നിപ്പോ നിയമസഭയിൽ എന്താ സംഭവിച്ചത്? ജനങ്ങളുടെ പ്രതിനിധികള് സമ്മേളിക്കുന്ന സ്ഥലമാ. ഇന്നലെ അവിടെ വലിയ ശക്തമായ പ്രതിഷേധമുണ്ടായി. മന്ത്രി വി.എൻ. വാസവൻ, ദേവസ്വം മന്ത്രി, അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രശ്നമുണ്ടാക്കി. സഭ സ്തംഭിച്ചു. ഇന്നും അത് തന്നെ ഉണ്ടായി. ചോദ്യോത്തര വേള പോലും പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. അവർ ഈ അമ്പലം വിഴുങ്ങികൾ നോക്കി എഴുതിയ ബാനർ സ്പീക്കറുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് തന്നു. ഒരു 20 മിനിറ്റ് അങ്ങനെ പോയി. പെട്ടെന്ന് സഭ കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ചു. അതിനുശേഷം വീണ്ടും സമ്മേളിച്ചു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടയില് 3 ബില്ലുകള് ഞൊടിയിടയില് ഓരോ വകുപ്പും വിളിച്ച് അത് പാസ്സാക്കുന്നു, അവസാനം ബില്ലുകൾ പാസ്സാക്കുന്നു എന്ന് പറഞ്ഞ് 3 ബില്ലുകൾ പാസ്സാക്കി സഭ ഇന്ന് പിരിഞ്ഞിരിക്കുക. അപ്പൊ ഇന്ന് സഭ സമ്മേളിച്ചപ്പോഴ് നമ്മുടെ 2 പ്രധാനപ്പെട്ട മന്ത്രിമാർ പി രാജീവും എം പി രാജേഷും, ഇവർ രണ്ടുപേരുമാണ് സർക്കാരിന്റെ രക്ഷയ്ക്ക് വന്നത്. ഒരാള് നിയമമന്ത്രി എന്ന നിലയില്, മറ്റേയാള് പാർലമെന്ററി കാര്യമന്ത്രി എന്ന നിലയില്. അപ്പൊ ഇവർ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്താ? നമുക്കിതൊന്ന് ചർച്ച ചെയ്യാമെന്ന്. നിങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന്. ഈ എന്തൊരു ഔദാര്യമാണെന്ന് നോക്കിക്കേ. സർക്കാരെ പ്രതിപക്ഷത്തോട്ട് കാട്ടുന്ന ഔദാര്യം ചർച്ച ചെയ്തേക്കാമെന്ന്. ഇതിന്റെ പിൻകാല ചരിത്രം എന്താ? കഴിഞ്ഞ 19-ാം തീയതി ഇതേ വിഷയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയതാ, അടിയന്തര പ്രമേയമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അന്ന് ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഇത് കോടതിയിലിരിക്കുന്ന വിഷയമാണ്, കോടതിയിലിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മുടെ ചട്ടങ്ങളിൽ പറയുന്നത്. പറഞ്ഞത് എം പി രാജേഷ് തന്നെയാണ്, പാർലമെന്ററി കാര്യമന്ത്രി എന്ന നിലയിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. ഇന്നലെ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ മന്ത്രി രാജേഷ് എന്താ പറഞ്ഞത്? പത്രസമ്മേളനത്തിലാ അദ്ദേഹം പറഞ്ഞത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊണ്ടുവരാൻ പേടിയാണെന്ന്. അത് ഞങ്ങൾ ചർച്ച ചെയ്തതിനുള്ള പേടിയാണെന്ന്. 19-ന് കൊണ്ടുവന്ന നോട്ടീസ് തള്ളിക്കളഞ്ഞാലേ പറയുന്നത്. നിങ്ങൾ എന്താണ് ഇപ്പോ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊണ്ടുവരാത്തത്? ഇന്നും അതിനെ ചോദിച്ചത് രാജീവും രാജേഷും. നിങ്ങൾ നോട്ടീസ് നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഈ വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായിട്ട് ചർച്ച ചെയ്താല് ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണപ്പാളി തിരികെ വരുമോ? ഇല്ലല്ലോ. അതുപോലെ പ്രതികളല്ലാതെ ആയി മാറുമോ? പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്തുവാ? ശബരിമല പോലൊരു ക്ഷേത്രത്തില്, കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയില് ഇതുപോലൊരു തീവട്ടി കൊള്ള നടന്നിട്ട് മിണ്ടാതിരിക്കുന്ന മന്ത്രി വാസവൻ രാജിവെക്കണമെന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്താല് അവരുടെ ആവശ്യവും അതും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് വി.എൻ. വാസവന്റെ രാജിയാ. അവിടെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കട്ടത് തന്നെ എന്ന് ബോധ്യമായപ്പോഴാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്ന രീതിയിലുള്ള തീരുമാനമെടുത്തത്. ADGP H. വെങ്കടേഷിനെ അതിന്റെ പ്രധാന ചുമതലക്കാരനായി, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നായകനായിട്ട് നിയമിച്ചു. ഇവിടെ ഇനി DGPക്ക് ഒരു റോളില്ല. പോലീസിന്റെ കാര്യം നോക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കൊന്നും ചെയ്യാനില്ല. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കൊന്നും ചെയ്യാനില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. ഇരട്ടച്ചങ്കൻ, കാരണഭൂതർ എന്നൊക്കെ ആരാധകരെ വിളിക്കുന്ന ഒരു ദേഹമാണ് അദ്ദേഹം. അദ്ദേഹം നിസ്സഹായന. അദ്ദേഹത്തിന് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിന് ഒരു വലിയ മോഷണം, കൊള്ള അത് നടന്നിട്ട് അതിന്റെ അന്വേഷണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു റോളുമില്ലെന്ന്. ഇവിടെ എന്താ സംഭവിച്ചത്? അന്വേഷണ ചുമതല ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുക മാത്രമല്ല കോടതി ചെയ്തത്. അന്വേഷണ സംഘത്തിലെ ഓരോ അംഗത്തെയും കോടതി തിരഞ്ഞെടുത്തു, ഹാൻഡ് പിക്ക് ചെയ്തു. അവരാണ് ഇനി അന്വേഷണം നടത്താൻ പോകുന്നത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം ഇതിൽ പരം നാണക്കേട് ഉണ്ടാകാനുണ്ടോ? ഇവിടെ ഇത്രയും സംവിധാനം ഉണ്ടായിട്ട്, ആഭ്യന്തര വകുപ്പും അതിന്റെ താഴോട്ട് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണത്തിൽ മികച്ച പോലീസുകാരും ഒക്കെ ഉണ്ടായിട്ട് അവരെയൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി ഒരു തീരുമാനം എടുക്കുക. ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് കേരള പോലീസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ക്രൈംബ്രാഞ്ചിനെ പോലും അതിന്റെ അന്വേഷണം ഏൽപ്പിക്കാൻ തയ്യാറായില്ല. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കോടതിക്ക് മനസ്സിലായി ഈ രീതിയിൽ പോയാൽ ഈ അന്വേഷണം എങ്ങും എത്തുകയില്ല എന്നുള്ളത്.
അതുകൊണ്ടാണ് ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അത് മാത്രമല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക. അല്ലാതെ DGP രമണ ചന്ദ്രശേഖരന്റെയോ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ ഒന്നും മേൽനോട്ടത്തിലായിരിക്കില്ല. കാരണം കോടതിക്ക് ഇതിന്റെ പിന്നിൽ നടന്ന കുറ്റകൃത്യം, അതിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന് നിർബന്ധമുണ്ട്. സർക്കാരിന് ആ നിർബന്ധം ഉണ്ടായിരുന്നില്ല, ദേവസ്വം ബോർഡിന് ആ നിർബന്ധം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് വീണ്ടും സ്വർണം പൊതിയാൻ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നടന്നത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ദേവസ്വം മാനുവലുണ്ട്, അതുപോലും നോക്കിയിട്ടില്ല. കോടതി നിരീക്ഷിച്ച ഒരു കാര്യം വളരെ രസകരമാണ്. ഈ സ്വർണം പൊതിയാൻ കൊണ്ടുപോയ ആള് ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാള് ദേവസ്വം ബോർഡിന് ഒരു ഇമെയിൽ അയച്ചെന്ന്. അതായത് സ്വർണം പൊതിഞ്ഞ് വെച്ചപ്പോൾ ശകലം ബാക്കിയുണ്ട്, ഞാനത് ഒരു വിവാഹ ആവശ്യത്തിന് സാമ്പത്തിക സഹായം ആവശ്യമുള്ള ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് അറിയാവുന്നതും ഈ പണം ആ കുട്ടിക്ക് കൊടുത്തേക്കട്ടെ എന്നും. ഒന്ന് ആലോചിച്ച് നോക്കി, ദേവസ്വത്തിന്റെ സ്വർണമാ, അതൊരു ശകലം മിച്ചം വന്നു, അടിച്ചു മാറ്റിയതിന്റെ ബാക്കിയായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. അപ്പൊ ആ സ്വർണം വിവാഹ ആവശ്യത്തിന് സാമ്പത്തിക സഹായം വേണ്ട ഒരു പെൺകുട്ടിക്ക് കൊടുത്തേക്കട്ടെന്ന് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ തീരുമാനിക്കുന്നത്? അയക്കാൻ എന്ത് അധികാരമുള്ളത് അങ്ങനെ ഒരു ഇമെയിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് അയക്കാൻ? അപ്പൊ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടന്നിരുന്നത്? അപ്പോ എത്ര ഗൗരവത്തിലാണ്, എത്ര ചിട്ടപ്രകാരമാണ് അവിടെ കാര്യങ്ങൾ നടന്നിരുന്നത് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ തരത്തിലുള്ളൊരു നിലപാടെടുത്തത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിയിലോ ഗവൺമെന്റിലോ ദേവസ്വം ബോർഡിലോ ഒരു തരിമ്പ് പോലും വിശ്വാസമില്ല എന്നുള്ളതാണ്. ഇത് സർക്കാരിന്റെ ഭൂഷണമാണോ? ആലോചിച്ച് നോക്ക്. ഈ വിഷയം സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കേ. അതായത് സ്വർണം കളവ് പോയി എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിരിക്കുക. അതിന്റെ ഉത്തരവാദികൾ ആരാണെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു. അതിന്റെ അന്വേഷണത്തിന്റെ ചുമതല ഹൈക്കോടതി അവര് തിരഞ്ഞെടുത്ത ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങൾ വ്രണപ്പെടുന്ന രീതിയിലേക്ക് ഇത് വളർന്നിരിക്കുകയാണ്. അപ്പോ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണം നടക്കുന്ന ഇടതുമുന്നണി പ്രതിപക്ഷത്തായിരുന്നു എങ്കിൽ ഒന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ UDF അധികാരത്തിലുമുണ്ട്. എന്തായിരുന്നതിനെ കേരളത്തിൽ സംഭവിക്കുക? ഇടതുമുന്നണിക്കാര് ഈ കേരളം കത്തിക്കുമായിരുന്നില്ലേ? അത് തിരിച്ചു വെക്കുമായിരുന്നില്ലേ? എന്നിട്ടിപ്പോ ഈ വിഷയം നിയമസഭയിൽ വരുമ്പം പരീക്ഷിക്കുക. നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുപോവാ, നമുക്ക് ചർച്ച ചെയ്യാവുന്നത്. നിങ്ങൾക്ക് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പേടിയാണെന്ന് ഇത് പറയുന്നത് MP രാജേഷ്. അദ്ദേഹം ഈ നിയമസഭാ ചട്ടങ്ങളിലൊക്കെ വലിയ വിദഗ്ധനാണെന്നാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹം മറന്നു പോകുന്നത് അല്ലെങ്കിൽ മറക്കുന്നതായി ഭാവിക്കുന്ന ഒരു കാര്യമുണ്ട്. നിയമസഭയുടെ ഒരു സമ്മേളന കാലത്ത് ഒരു വിഷയത്തിൽ നോട്ടീസ് നൽകിയാൽ പിന്നെ രണ്ടാമത് ആ വിഷയത്തിൽ നോട്ടീസ് കൊടുക്കാൻ പറ്റത്തില്ല. റൂൾ 50 അനുസരിച്ച് അത് അസാധ്യമാണ്, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. പിന്നെ എങ്ങനെ ചർച്ച ചെയ്യുക? പിന്നെ എങ്ങനെയാ നോട്ടീസ് കൊണ്ടുവരാൻ പറഞ്ഞാല് നിങ്ങൾ ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുക? നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴേ അതിലെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് NSS, ഒന്ന് SNDP. അത് കാലാകാലങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയാൻ കേരളത്തിന് താല്പര്യം ഉണ്ടാവില്ലേ? പക്ഷെ നമ്മുടെ ഈ SNDP അങ്ങോട്ട് മാറ്റി നിർത്താം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ തലപ്പത്ത് വന്നതിന് ശേഷം അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും കൃത്യവും വ്യക്തവുമായ നിലപാടുകളൊന്നുമില്ല. ഇന്നൊരു കാര്യം പറയും, നാളെ വേറെന്ന് പറയുന്നു. ഈ 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷം അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിനായി NSSന്റെയും മറ്റും നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടായപ്പോ അതിനെ എതിർത്തവരാ SNDP. ബദൽ സമരം നടത്തും എന്ന് പറഞ്ഞവരാ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് പറയാം? കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം യോഗനാഥം വാരികയിൽ എഴുതിയൊരു മുഖപ്രസംഗം നേരത്തെ വീഡിയോ ഒന്ന് സൂചിപ്പിച്ചതാണ്. അതായത് RSSന്റെ ഭാഷയിൽ അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളിലെ ഓരോ ഗൂഢസംഘങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെ അവരേക്കാണ് അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമില്ല. ആ വ്യക്തിയാണ് അയ്യപ്പ സംഗമത്തിന് വന്നിട്ട് പ്രധാനപ്പെട്ട ഒരാളായിട്ട് സംസാരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയും എന്നതിന് വലിയ പ്രസക്തിയോ കാര്യമോ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയാനുള്ള ഒരു ബാധ്യതയുണ്ട്. ചില കാര്യങ്ങൾക്ക് അദ്ദേഹം
വിശദീകരണം നൽകണം. അത് NSS അംഗങ്ങളുടെ മാത്രം ആവശ്യമല്ല, ശബരിമലയെ സ്നേഹിക്കുന്ന, ശബരിമല അയ്യപ്പനിൽ വിശ്വാസമുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ്. ശബരിമലയുടെ കാര്യത്തില് ശരിദൂരം കണ്ടെത്തി എന്നാണ് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഈ ശബരിമല ക്ഷേത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? സ്വർണ്ണമോഷണം പോയിരിക്കുകയാണല്ലോ, അങ്ങനെ അങ്ങ് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ NSS കരുതുന്നുണ്ടോ? അതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഏതെങ്കിലും ചില ബാഹ്യ ശക്തികളാണോ? അതോ ദേവസ്വം ബോർഡിനും കേരള സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വം എന്താണ്? ഈ ശബരിമലയിൽ സംഭവിച്ച കാര്യങ്ങളിൽ കേരള ദേവസ്വം ബോർഡിന്റെ അധികാരികൾ പല സന്ദർഭങ്ങളിലും കാഴ്ചക്കാരായി പോയതും, അതേസമയം ചില ബാഹ്യ വ്യക്തികൾ അവിടെ ഔദ്യോഗികമായിട്ട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാ, അവരൊക്കെ അധികാരസ്ഥന്മാരാവുകയും ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പൊ കോടതിയുടെ മേൽനോട്ടത്തില് അവര് നിശ്ചയിച്ച ഒരു സംഘം, പോലീസ് സംഘം അന്വേഷണം നടത്തുക. ഇതേപ്പറ്റി അങ്ങയുടെ അല്ലെങ്കിൽ NSSന്റെ അഭിപ്രായം എന്താണ്? ഇത് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഈ തീരുമാനം സർക്കാരിലും ദേവസ്വം ബോർഡിലും കോടതിക്ക് വിശ്വാസമില്ല എന്നല്ലേ സൂചിപ്പിക്കുന്നത്? ഈ സ്വർണ്ണക്കുളയെ കുറിച്ച് അറിയാമായിരുന്നപ്പോഴാണ് NSSനെയും SNDP ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട്, മറ്റു സംഘടനകളെ, മറ്റ് അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത്. ഇതൊരു വിശ്വാസ വഞ്ചനയായിരുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? വിശ്വാസ സംഗമത്തിന്റെ കാര്യത്തില് അയ്യപ്പ ഭഗവാന്റെ അന്തർഗതം മറ്റൊന്നായിരുന്നു എന്നല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? ഈ കൊള്ളയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ പുറത്തു വന്നതിന് ശേഷവും NSS ശബരിമലയുടെ കാര്യത്തിൽ ശരിദൂരം കണ്ടെത്തിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ശ്രീ സുകുമാരൻ നായർ ഇത് വിശദീകരിക്കണം. കാരണം അവരുടെ അണികൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്, NSSന് തന്നെ. അദ്ദേഹം മറുപടി പറയേണ്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇതുവരെ എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്? അതേക്കുറിച്ച് ധാരാളം കഥകൾ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച വിശദീകരണങ്ങൾ വേണം. അത് NSSന്റെയും ശ്രീ സുകുമാരൻ നായരുടെയും പ്രതിച്ഛായക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ VN വാസവൻ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നൊക്കെ പ്രതിപക്ഷം പറയുന്നു. അങ്ങനെയൊന്നും വേണമെന്ന് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ശബരിമല ക്ഷേത്രം, ലക്ഷക്കണക്കിന് വിശ്വാസികള് വർഷം തോറും പ്രാർത്ഥനയോടും നാമജപത്തോടും കൂടി അയ്യപ്പനെ കണ്ട് തൊഴാനെത്തുന്ന സ്ഥലം, അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങള് പേടിപ്പെടുത്തുന്നതാ. അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും കുറഞ്ഞ വർഷം മന്ത്രിക്കെങ്കിലും ഉണ്ട്. പിന്നെ തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കട്ടെ. പക്ഷെ ഇന്നലെ നിയമസഭയിൽ ഇതൊരു വിഷയമായപ്പോഴേ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ കൗതുകകരമാട്ടോ. എങ്ങനെ സമരം ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിന് കാണിച്ചു തരാമെന്നാണ് നമ്മുടെ മന്ത്രി പറഞ്ഞത്. അതിന് സതീശനൊരു മറുപടി കൊടുക്കുകയും ചെയ്തു. പണ്ട് കാണിച്ചു തന്നാണല്ലോ നമ്മുടെ മാണിയുടെ ബജറ്റ് തടസ്സപ്പെടുത്തിയ ദിവസം, അന്ന് ശിവൻകുട്ടി അണ്ണൻ നടത്തിയ ചില പ്രകടനങ്ങള്, അന്ന് പലതും കാണിച്ചു തന്നതാണ്, അടിവസ്ത്രം വരെ കണ്ടതാണ്, ഇനിയും കാണിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ശിവൻകുട്ടി മന്ത്രിയുടെ വാക്കുകള് തള്ളിക്കളയുന്ന എന്റെ അഭിപ്രായം. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ പോവുകയോ സീറ്റ് കിട്ടി ജയിക്കാതെ പോവുകയോ മറ്റോ ചെയ്താൽ എനിക്ക് യാതൊരു സംശയവുമില്ല, അദ്ദേഹം ഒരു പുതിയ തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കും. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങും. അതായത് ശിവൻകുട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അജിറ്റേഷൻ, സമരമാർഗങ്ങൾ പഠിപ്പിക്കാൻ. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം LDF പ്രതിപക്ഷത്താവുകയാണെങ്കിൽ ധാരാളം സ്റ്റുഡൻസിനെ കിട്ടുകയും ചെയ്യും. അത് പിന്നീട് ഒരു വലിയ ലോക പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് വളരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.